ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. അതായത് കടം. കടം എന്നൊരു വാക്ക് ഒരുപാട് ആൾക്കാരിലെ ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും ഒക്കെ എത്തിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പം ഒരാൾക്കൊരു കടമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും നമ്മൾ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കടം വീട്ടിൽ തരാൻ എന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ എൻ്റെ കടം മാറ്റി തരണേ. ഈ ഒരു വാക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുമൂലം നമുക്ക് ഈ ബാധ്യത നമുക്ക് കൂടുതൽ അട്രാക്റ്റായി വരികയും നമുക്ക് എങ്ങനെ ഈ കടം വീട്ടാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും എത്തിത്തീരുകയാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കടത്തെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കും? ഇത് നമുക്കൊരു ശാപമല്ലേ, നമുക്കിത് എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നതല്ലേ എന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കാം. അങ്ങനെയല്ല, നമുക്ക് ഈ പണം ഒരു കാലത്ത് ഉപകാരപ്പെടാം. ഒന്നുകിൽ നമുക്ക് വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്ത പണമാകാം, അല്ലെങ്കിൽ നമുക്കൊരു വാഹനം വാങ്ങാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിക്കുക. അങ്ങനെ എന്തുമായിക്കോട്ടെ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ പൈസ കടമെടുക്കുന്നതായിരിക്കാം ഈ കടം, ബാധ്യത, അങ്ങനെയൊക്കെയായി മാറിയത്. അപ്പം നമുക്കൊരു കാലത്ത് ഉപകരിച്ച പണമാണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ പണത്തോട് നന്ദി പറയണം. ആ ബാങ്കിനോട് നന്ദി പറയണം, അല്ലെങ്കിൽ ആ സുഹൃത്തിനോട്, എന്തുമായിക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ നന്ദി പറയണം. ഈ കടം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ബാധ്യത എന്ന വാക്ക് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഇല്ലാതാകുകയും ചെയ്യുന്ന മൂലം നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതിൽ നിന്ന്, ഈ ബാധ്യതയിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് വരാമെന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് ആൾക്കാർ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന അഫർമേഷൻ, നമുക്കത് സ്ഥിരമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ഐ ഫോർഗീവ് ആൻഡ് റിലീസ് മൈ ഡെപ്റ്റ്. അതായത് ഞാൻ എൻ്റെ ബാധ്യതയെ റിലീസ് ചെയ്യുന്നു, ഞാൻ അതിനോട് ക്ഷമിക്കുന്നു. നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് ഈ കടം ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാതെ നമുക്കൊന്നെങ്കിൽ ഈ ഒരു അഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഞാൻ എൻ്റെ ബാധ്യതയെ റിലീസ് ചെയ്യുന്നു, ഞാൻ അതിനോട് ക്ഷമിക്കുന്നു. നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് നന്ദി. അതായത് നമ്മളെപ്പോഴും ഒരുപാട് പണത്തോട് കൂടി ഇരിക്കുന്നതിന് നന്ദി. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഫുൾ ടൈം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കത് കടമില്ലാണ്ടായി തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്ട്രെസ്സിലേക്കോ ഡിപ്രഷനിലേക്കോ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കും പോകാതെ ഈ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാധ്യതയിൽ നിന്ന് പുറത്തു വരാനുള്ള എന്തെങ്കിലും ഒരു മാർഗം, അത് എന്തുമായിക്കോട്ടെ. ചിലപ്പോൾ നമുക്കൊരു പുതിയ ജോലിയാകാം, കുറച്ചുകൂടെ സാലറി ഉള്ള ജോലിയാകാം, എന്തുമാകാം. അത് നമ്മുടെ മുന്നിൽ വന്നെത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. എന്നിട്ട് ഞാൻ പറഞ്ഞ അഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.